അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ ദിവസം റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. 10 മണിക്ക് ചെക്കൗട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ലഗേജൊക്കെ നമ്മൾ താഴെ റിസപ്ഷനിൽ വെച്ചിട്ട് ഇന്ന് സൗത്ത് ഗോവ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. 2-3 പള്ളികൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് വൈകുന്നേരം 11:30ക്കാണ് ട്രെയിൻ. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്ലാനൊക്കെയാണ് വെച്ചത്. അപ്പോൾ ഇന്ന് 10 മണിക്ക് ഇറങ്ങും. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് അപ്പോൾ നമ്മൾ തിരക്കിയാണ്. ഓക്കെ, അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ അവിടെ ചെയ്യണം. ബൈ. നമ്മൾ എവിടേക്ക് പോകുന്നത്? എവിടേക്കോ സൗത്ത് ഗോവയിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ നിങ്ങളുണ്ടോ? നമ്മൾ എവിടെയാണ് പോകുന്നത്? നമ്മൾ സെന്റ് സേവിയർ കാണാൻ പോകുന്നു. മീറ്റിംഗ് സെന്റ് സേവിയർ. തമ്പച്ചെത്തിക്കോ? തമ്പാച്ച സെന്റ് സേവിയറിന്റെ അടുത്ത് പോയിട്ട് തമ്പാച്ച പറയോ? കുരിശ് വരച്ച് 2 പേര് ഇരുന്നിട്ട് കുരിശ് വരച്ചോ? അതന്നെ. അപ്പൊ നമ്മള് പോവാണ് സൗത്ത് ഗോവ. നമ്മുടെ നാട്ടിലത്തെ വഴി പോലെ ഉണ്ട് സുഹൃത്തുക്കളെ. എത്തിയിട്ടില്ല. പഞ്ചിമ ആവുമ്പോഴാണ് മറ്റേ സാധനം കാണാം. മറ്റേ ഇതില്ലേ പാലം. എന്റർടൈൻമെന്റ് ഒക്കെ നമുക്ക് അലൗഡാണ്. അതെ, ഇത് മുൻകൂട്ടി പറയായിരുന്നെങ്കിൽ നമ്മൾ പനാജിയിലൂടെയാണ് യാത്ര പോകുന്നത്. പനാജിയിലൂടെ നടക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് ചുറ്റും കേരളത്തോട് വളരെ സാമ്യം തോന്നുന്ന റോഡ് സ്ട്രീറ്റുകളാണ് ഇവിടെയുള്ളത്. അതിലെ പോകുമ്പോൾ നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് ഇവിടെ പനാജി എന്ന് പറഞ്ഞ ബോർഡുകൾ നേരെയുള്ള ഒരു സിഗ്നലാണ് വഴിയിൽ കൊടുത്തിരിക്കുന്നത്. വഴിയിലൂടെ അവിടെയിടെയും കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ കാണുകയുണ്ടായി. ഇങ്ങനെ പറഞ്ഞോട്ടെ, നല്ലത് വണ്ടിയിലിരിക്കുന്ന കൊച്ചിനെ ഞാൻ പറയുന്നതിൽ എന്തോ കൗതുകമുള്ളതായി തോന്നി. അവൾ എന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അതെ, ഇതിലെ പോകുന്ന ബസ്സുകൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പഴയ സിനിമയിൽ കാണിക്കുന്ന ബസ്സുകൾ പോലെയാണ്. ഇതാ ഞാൻ സൈഡിലൂടെയുള്ള അതല്ലായിരുന്നു. ഇത് നമ്മുടെ നാടിലെ പോലെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാണുന്നത്. ഗോവ ഇങ്ങനെയാണെങ്കിൽ ഓൾഡ് ഗോവ എങ്ങനെയായിരിക്കുമെന്ന് ഇവർ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അതെ, മുന്നിലൂടെ പോകുന്ന സ്കൂട്ടിയിൽ പോകുന്ന ചേട്ടൻ എന്തോ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. മതി. പനാജിയിലേക്ക് മുന്നോട്ട് പോകുവാൻ എന്നാണ് ഇതിൽ സിഗ്നൽ കാണിക്കുന്നത്. വെറുപ്പിക്കൽ നിർത്തലാക്കി മൊബൈൽ ഓഫ് ചെയ്യേണ്ടതാകുന്നു. കൂടെയുള്ളവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ എന്റെ ദൃശ്യം ഷൂട്ട് ചെയ്യുന്നത് താൽക്കാലികമായി പോസ്റ്റ് ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, നിർത്തുന്നു. പനാജിയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഇതാ സൈഡിലൂടെ ക്രൂയിസുകൾ കിടക്കുന്നത് കാണുന്നുണ്ടായിരുന്നു. ഇതാ പക്ഷേ കാണാൻ പറ്റിയില്ല. അതാ അവിടെ ക്രൂയിസുകൾ കിടക്കുന്നു, നിരനിരയായി കിടക്കുന്നു. ആളെ പിടിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. पिकअप करेगा 9 o'clock 10 o'clock 10 o'clock जाता है.
ഓൾഡ് ഗോവ ചർച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുന്നു. സെന്റ് സേവിയറിന്റെ തിരുശേഷിപ്പ് കാണുവാനായി നാനാഭാഗത്തു നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എവിടെ ഞങ്ങളുടെ താഴെ കൂടെ പോകാൻ ഡ്രൈവർ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ഒരു പോലീസ് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഏതാണ് എടുക്കുന്നത്? വരും. ഇതാ ചർച്ചിൽ കുർബാനയ്ക്കുള്ള പള്ളിമണികൾ അടിക്കുന്നുണ്ട്. അതാ അവിടെ ചേച്ചി റോഡിലേക്ക് വീഴുന്നു. എന്താ പറ്റി അവിടെ? പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ ഇതാണ് പള്ളി. ഇത് നേരെ വേറെ പള്ളിയല്ലേ? അവിടെ അവിടെ ഇല്ലേ? അല്ല ഇവിടെ എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. കാണാനുള്ളത് ഇവിടെ. പക്ഷെ ഇവിടെയാണ് പറഞ്ഞിട്ടുണ്ടായത്. എനിക്കറിയില്ല. അയാൾ പറഞ്ഞ ഇവിടെ ഇല്ല. അയാൾ പിന്നെ ഇത്ര അടുത്ത് നിന്നിട്ട് കിടന്നോണം പറയില്ലല്ലോ. അങ്ങോട്ട് പോണം. അതിലേ വളയണമെന്നുണ്ട് അല്ലേ? ആ അതിലേ കയറി ഇട്ടിട്ടുണ്ട്. ഒന്നും പറഞ്ഞില്ല. പോവാ. ഞങ്ങളവിടെ സ്കാനിങ് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാഗൊക്കെ സ്കാൻ ചെയ്തിട്ട്. അതൊരു പള്ളിയാണ്. കുറച്ച് നടക്കാനുണ്ട്. In another incident, the two catechists who accompanied St. Francis Xavier, one of them was bitten by a cobra. St. Francis Xavier took spit and made a final draw. ഏത് അറിയില്ല.
ഒരുപാട് നീളമുള്ള ക്യൂ ആണ് സുഹൃത്തുക്കളെ. ഞങ്ങൾ അടുത്തെത്തിരിക്കുക. Buggies are coming and wheelchairs are it's fast. Yeah, because wheelchairs also are coming now. Wheelchair people are coming, they are joining this line. Wheelchair buggies who are coming on the buggies are joining this line. That's why this line is slow, that is fast. അത് കൊച്ചിനെ മാത്രം അങ്ങോട്ട് കൊണ്ടുപോകുന്നു. തൊപ്പി വെച്ചോ, പിടിച്ചോ തൊപ്പി. ഏത് ആ അത് Yeah, they're okay. Outside is okay. Inside they are not. Come. So you can use the phone. ഞങ്ങളതിൻ്റെ ഉള്ളിൽ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഉള്ളിലേക്ക് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പുറത്തുള്ള സ്ഥലമാണ്. എന്തായാലും നമ്മൾ പറയേണ്ടി വരും. ലോക്കറ്റ് വേണം. ഞങ്ങൾ ഇവിടുന്ന് ഫോട്ടോ വാങ്ങി. गुजरात वाले हम ले लेते. ഗെയിം കളിക്കാനാ? എനിക്കായിട്ട് ഇങ്ങനെ തോക്കുന്ന കാണാൻ. കേരള അങ്ങനെ ഞങ്ങൾ ഓൾഡ് ഗോവ ചർച്ചിലെത്തി. Gracias.